പ്രിയപ്പെട്ട നാട്ടുകാരെ, സമ്പൂർണ്ണ സാക്ഷരത എന്ന മുദ്രാവാക്യവുമായി ഒരു നവയുഗം പടുത്തുയർത്തുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വിജ്ഞാനത്തിന്റെ ദീപശിഖയുമായി ഇതാ ഈ സാക്ഷരജാഥ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ പ്രതീക്ഷിച്ച ആളുണ്ട് കേട്ടോ. അതെ അതെ, വരണം വരണം. പ്രിയപ്പെട്ട നാട്ടുകാരെ, സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞവുമായി ഇവിടെ എത്തിയിരിക്കുന്ന ശ്രീമാൻ നാസറിനും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കും കുന്നത്തങ്ങാടിയിലെ നാട്ടുകാരായ നിങ്ങളുടെ എല്ലാവരുടെ പേരിലും എന്റെ സ്വന്തം പേരിലും ഞാൻ സ്വാഗതം അർപ്പിച്ചുകൊള്ളട്ടെ. ബഹുമാന്യരെ, സാക്ഷര കേരളം സുന്ദര കേരളം എന്ന മനോഹര സങ്കല്പം യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു തീവ്ര യജ്ഞത്തിലാണ് നാം ഇന്ന്. നമ്മുടെ ഇടയിൽ ഒരു കത്ത് വായിക്കാൻ പോലും കഴിവില്ലാത്തവർ എത്രയോ ഉണ്ട്. ഒരു ബസിന്റെ ബോർഡ് പോലും വായിക്കാൻ കഴിവില്ലാത്തവർ നമ്മുടെ നാട്ടിലുണ്ട്. ഈ സങ്കടകരമായ സ്ഥിതിവിശേഷം മാറണം. അക്ഷരാഭ്യാസം ലഭിച്ചിട്ടില്ലാത്ത ഓരോരുത്തരും ഞങ്ങൾ ആരംഭിക്കുന്ന സാക്ഷരതാ ക്യാമ്പിൽ പങ്കെടുക്കണമെന്നും മറ്റുള്ളവർ അവരെ ബോധവാന്മാരാക്കി പങ്കെടുപ്പിക്കണമെന്നും ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ സഹകരണം വീണ്ടും വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദിവസം ശ്രദ്ധിക്കുന്നു. കുട്ടി എന്താ എപ്പോഴും ക്ലാസ്സിലേക്ക് നോക്കിയിരിക്കുന്നത്? പഠിച്ചിട്ടുണ്ടോ? പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? പഠിച്ച വായിക്കാൻ ആരുടെയും സഹായം തേടണ്ട. സ്വയം എഴുതാൻ പഠിക്കണം. എന്താ, പഠിക്കില്ലേ? ആ, കുഞ്ഞലയിൽ വരും. ഓന്റെ അടുത്ത് നമ്മള് ബാണിയംകുളം ചന്ത കഴിഞ്ഞാൽ വരുമെന്ന് പറഞ്ഞിട്ട്. ഞാൻ നാസർ. മനസ്സിലായി. ആളുകളെ പേപ്പിക്കാൻ നടക്കണോ? ആനക്കൊന്നും വേറെ പണിയില്ലേ? ഒരു നല്ല കാര്യത്തിനല്ലേ. ഇവിടെ ഭാര്യയ്ക്കും കുട്ടികൾക്കും എഴുതാനും വായിക്കാനും അറിയില്ലെങ്കിൽ പഠിപ്പിക്കാന്ന്. പെണ്ണുങ്ങളെ മാത്രമേ പഠിപ്പിക്കുള്ളൂ. ഐദോസ്കയും പഠിപ്പിക്കാം. അയ്യടാ, നമ്മൾ കണക്കൂട്ടിന് എന്തി അനക്ക് പറ്റുമോ? ഐദോസ്ക അത് മാത്രം പോരാ, എഴുതാനും വായിക്കാനും പഠിക്കണം. ഐദോസ്കാക്ക് ഇഷ്ടമാണെങ്കിൽ ഇറങ്ങാൻ എന്റെ കൂടി 45 കൊല്ലമായിട്ട് മുഖത്ത് നോക്കി ഒരുത്തരും ചോദിക്കാത്ത ചോദ്യ അടയ്ക്ക പോലുള്ള ഈ പഠിക്കണമെന്ന് ഹൈദ്രോസിനോട് കടന്നു പോവാൻ. ഉമ്മ, എല്ലാരും പഠിക്കണ്ട്, എനിക്കും പഠിക്കണം. നീ വിഷമിക്കണ്ട. അന്റെ മോഹല്ലേ, നമ്മള് ഭയ ഉണ്ടാക്കാം. മാഷേ, മൂപ്പര് പറഞ്ഞോണ്ട് മാഷ് ഒന്നും വിചാരിക്കരുത്. സാരമില്ല, ഇതൊക്കെ ഞങ്ങൾക്ക് പതിവാ. മാഷക്ക് ബുദ്ധിമുട്ടാവില്ല അച്ഛാ. ആമിനിക്ക് പഠിക്കണമെന്നുണ്ട്. ക്ലാസ്സിൽ വരാൻ കഴിയൂല. അതറിഞ്ഞ ഓളെ മയ്യത്താക്കും. മയ്യത്താകാതെ ഞാൻ നോക്കിക്കൊള്ളാം, പോരെ? അപ്പോ നാളെ മുതല് ഇന്നലെ മാഷ് പഠിപ്പിക്കാന്ന് പറഞ്ഞ പിന്നെ സുബഹി ബാങ്ക് കേൾക്കണവരെ ഓൾ ഉറങ്ങിയിട്ടില്ല. ആമിനിക്കെന്താ പേടി തോന്നുന്നുണ്ടോ? പഠിക്കുന്നത് വാപ്പ കാണുന്നുള്ള പേടി ആദ്യം കളയണം. അത് കണ്ട എന്താ ഉണ്ടാവുക? നമ്മളെ കൊല്ലും. കൊല്ലട്ടെ. ആമിന, എഴുതാനും വായിക്കാനും അറിയാതെ ആടുമാടുകളെ പോലെ ജീവിക്കുന്നതിലും ഭേദം മരിക്കുകയല്ലേ. ആ, രാധക്കുട്ടി എപ്പോഴാ വന്ന്? ഇന്നലെ രാത്രി. അപ്പൊ തന്നെ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചതാ. എന്താ ഉമ്മ ഇത്? ആമിനെക്കുട്ടിയെ കുഞ്ഞിലേക്ക് പിടിച്ചു കൊടുക്കുക? ഉമ്മയും സമ്മതിച്ചിട്ടാ ഇത്? നമ്മള് സമ്മതിക്കോ മോളെ? ഈ അറിഞ്ഞില്ലേ ഇവിടെ ഉണ്ടായ കച്ചറുകളൊക്കെ? ആ, എന്തെങ്കിലും പടച്ചോൻ നമ്മുടെ കൂടെ ഉണ്ടാവും. ഇതിനൊന്നും പടച്ചോനെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തു വന്നാലും ഈ കല്യാണത്തിന് ഉമ്മ സമ്മതിക്കരുത്. എല്ലാം പഠിച്ചു മാഷേ. ഇനി നമ്മൾ കാണാണ്ട് പറയട്ടെ. ശരി. താമര പൊയ്കയില് പൂവുണ്ട്, പൂവിന് അയകുണ്ട്, തേനുണ്ട്, തേൻ കുടിച്ചിടാൻ ബണ്ടുണ്ട്, ബണ്ട് മുരണ്ട് വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ മാഷ് കളിയാക്കുന്നു? കളിയാക്കിയതല്ല, അക്ഷരങ്ങളോട് കുറച്ച് ദയ കാണിക്കില്ല ആമിന. ബണ്ടല്ല, ബണ്ട്. ഈ ബണ്ടെന്ന് പറയുന്നത് നമ്മുടെ പാടത്തൊക്കെ വെള്ളം കെട്ടി നിർത്തില്ലേ, അതിനാണ് ബണ്ടെന്ന് പറയുന്നത്. കേട്ടോളൂ, ഞാൻ ചൊല്ലാം. താമര പൊയ്കയിൽ പൂവുണ്ട്, പൂവിനഴകുണ്ട്, തേനുണ്ട്, തേൻ കുടിച്ചിടാൻ വണ്ടുണ്ട്, വണ്ട് മുരണ്ട് വരുന്നുണ്ട്. ആ വണ്ടിനെ സൂക്ഷിക്കണം. തേൻ കുടിക്കാൻ സമ്മതിക്കരുത്. എപ്പോ വന്ന്? ഇതാ നമ്മൾ പറഞ്ഞ രാധ അല്ലേ? ഞാൻ അറിയാം.
നാസർ മാഷ്. ഉമ്മ എന്നോട് എല്ലാം പറഞ്ഞു. ഉമ്മ വിളിക്കണം. ഓ, ആമിന നടന്നു, ഞാൻ വരാം. ആമിനയുടെ മാഷെ ഒന്ന് പരിചയപ്പെടട്ടെ. മാഷെ, എങ്ങനെയുണ്ട് ആമിന? വിവരവും വിദ്യാഭ്യാസമുള്ള ഒരു കൂട്ടുകാരി ഉണ്ടായിട്ടും ആമിന എന്താ പഠിക്കാഞ്ഞത്? സാഹചര്യങ്ങൾ അങ്ങനെയാ. കുറച്ചൊക്കെ മാഷിനെ അറിയില്ലേ? ആമിനയ്ക്ക് നല്ല ഗ്രാസ്പിംഗ് ആണ്. രാധ വിചാരിച്ചാൽ ആ കുട്ടിക്ക് ഇനിയും പഠിക്കാൻ കഴിയും. 2 ദിവസം കൂടി കഴിഞ്ഞാൽ എന്റെ ദൗത്യം കഴിയും. അപ്പോ മാഷ് പോവാണോ? ആ, ഞായറാഴ്ചയോടെ എന്റെ ക്ലാസ് തീരും. മാഷെ, പറയണോണ്ടൊന്നും തോന്നരുത്. ആമിനെ ആ കുഞ്ഞിലവയെ കൊണ്ട് കെട്ടിക്കാൻ തീരുമാനിച്ചിരിക്കുക. സുഖം എന്താണെന്നറിയാത്തവളാ ആമിന. ഈ നരകത്തിൽ നിന്ന് എങ്ങനെയാ അവക്ക് രക്ഷ കിട്ടുക എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാ മാഷെ കണ്ടത്. മാഷ് ഒരു പുരോഗമന ചിന്താഗതിക്കാരനല്ലേ? ഒരുപാട് സ്വത്തും മുതലും ഇല്ലെങ്കിലും ആമിന നല്ല കുട്ടിയാ. നിങ്ങൾ നല്ല ചേർച്ചയാ. എനിക്കറിയാം ആമിനക്കുട്ടിക്ക് നല്ലതേ വരൂ. മാഷ് പോണതിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് ആലോചിച്ചിട്ട് മതി. ഏതായാലും അസീസിന്റെ ധൈര്യം സമ്മതിച്ചിരിക്കുന്നു. ഇല്ലെങ്കിൽ ഇങ്ങനൊരു ബോർഡ് ഈ അടവിൽ ഏത് പെണ്ണും വീണുപോകും, ഞാൻ ഉൾപ്പെടെ. പിന്നെയല്ലേ എട്ടും പൊട്ടും തിരിയാത്ത ആമിന. ആമിനയ്ക്ക് കൺഗ്രാറ്റുലേഷൻസ്, വീണിരിക്കുന്നു. ആമിനയ്ക്ക് അസീസിന്റെ കാര്യം പറയാനേ നേരമുള്ളൂ. വന്നതിന് ശേഷം കാമുകയെ കാണാതിരുന്നത് ഭംഗിയായില്ല. പോയിരുന്നു. ഉമ്മ വാപ്പ ഒക്കെ തടസ്സങ്ങളാണ്. അതൊക്കെ അതിജീവിക്കണം. അതിനല്ലേ ഗുണ്ടകൾ. ആമിന എന്റെ കത്ത് വായിച്ചോ? വായിച്ചോന്ന്? വായിക്കാതെ ഞാൻ പോട്ടെ. വല്ലതും പറയണോ? ഒരു മിനിറ്റ്. ഇത് കൊടുക്കണം, ഞാൻ തുന്നിയതാ. ബ്യൂട്ടിഫുൾ. എനിക്കിതുപോലെ ഒന്ന് തരുവോ? ഒരു കമ്മീഷൻ തരാം, പക്ഷെ എന്റെ പേര് എഴുതില്ല. സോ ബെസ്റ്റ് ഓഫ് ലക്ക്. ഒരു ഇഞ്ച് പുറകോട്ട് പോരുത് കേട്ടോ. എന്റെ ആമിന, ആ നോട്ടവും പരുങ്ങലും നാണവും ഒക്കെ കണ്ട ഞാനെന്നല്ല ആരായാലും ചിരിച്ചു പോകും. ഇങ്ങനെ എല്ലാരും മക്കാറാക്കിക്കൊള്ളി. പിന്നെ ഈ മാതിരി ആളുകൾ എന്താ വേണ്ടത്? ദാ നിനക്ക് വേണ്ടി തുന്നിയതത്രേ. ഇങ്ങനെ കളിയാക്കണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഒരു രസമല്ലേ എന്റെ ആമിന? തൂവാല കൊള്ളാട്ടോ. ദേ, അസീസ് എന്നുള്ള പേര് ബ്ലേഡ് കൊണ്ട് കളഞ്ഞാ മതി. മൂപ്പർക്ക് നീ കത്ത് വായിച്ചു എന്നൊരു സംശയം. നിനക്ക് വായിക്കാൻ അറിയില്ലെന്ന് പാവത്തിനറിയില്ലല്ലോ. ഞാൻ തട്ടിവിട്ടു വായിച്ചു എന്ന്. മയങ്ങിയിരിക്കുക. പ്രിയമുള്ള ആമിനയ്ക്ക് തുന്നക്കാരൻ അസീസ് എഴുതുന്ന കത്ത്. ആമിന, സ്വർഗത്തിലെ ഹോറി പോലുള്ള പെണ്ണാണ് ആമിന എന്നറിഞ്ഞപ്പോ മുതല് കാണണമെന്ന് പൂതിയായിരുന്നു. കണ്ടപ്പോ തോന്നി നിക്കാതെ കഴിക്കുകയാണെങ്കിൽ ആമിനെ നിക്കാതെ കഴിക്കുമെന്ന്. നേരിട്ട് പറയാൻ എനിക്ക് ധൈര്യമില്ല. ഞാൻ ദുബായിക്കാരനൊന്നുമല്ല, തോനെ കായൊന്നും എൻ്റെ അടുത്തില്ല. പക്ഷെ ആമിനയ്ക്ക് കൈ നിറയെ കുപ്പിവളകളും സുറുമയും മേടിച്ചു തരാൻ എനിക്ക് കഴിയും. നല്ല നല്ല കുപ്പായം തുന്നിത്തരാനും എനിക്ക് കഴിയും. ഇതൊന്നുമില്ലെങ്കിലും ആമിനയ്ക്ക് വിശന്നിരിക്കേണ്ടി വരില്ല. ഞാൻ പട്ടിണി കിടന്നാലും ആമനെ പട്ടിണി കിടത്തൂല. എന്നെ നിക്കാതെ കഴിക്കാൻ സമ്മതമാണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആകാശത്തൂല പറഞ്ഞു കിടക്കും. അതേ ആമന, എന്റെ കൽബിന് മുഴുവൻ ആമനയാണ്. എന്നെ കാണാൻ ചേരുന്നുമില്ലെങ്കിലും എനിക്ക് നല്ലൊരു മനസ്സുണ്ട്. ആമനയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്നൊരു വരെ എഴുതി തരണം. അത് കാണാൻ കാത്തിരിക്കുകയാണ് മനസ്സ് നിറയ്ക്കനാവുമായിട്ട്. ഏതില്ലേ ആമന എന്ന് അസീസ്. വാതിൽ തുറക്ക്. മറ്റന്നാ ഓനും കൂട്ടരും വരും. ആര്? അന്റെ ബാപ്പ മലയാളത്തിലല്ലേ പറഞ്ഞു. അന്റെ പുന്നാര മോളെ അലവിയെ കൊണ്ട് കെട്ടിക്കണ്. മോതിരം അവന്റെ കായ. ഫോണിന്റെ അടുത്ത് കായ ഇടിച്ചിട്ട് എന്റെ മോളെ ആ ബലാലിനെ പിടിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നത്? എന്റെ ഒരു മോങ്ങല്. ഓളെ പിന്നെ ആര് കെട്ടും? ഇനി കുന്നത്തങ്ങാടി ഓളക്കെട്ട ആണുങ്ങൾ വരൂല്ല. അങ്ങാടി വലിയ ക്രൂസും പറഞ്ഞ് നടക്കണുണ്ട് കൊണ്ടോട്ടിക്കാരെ ഹമുക്ക്. പിടിച്ചു കൊടുക്കണേ. അലവിനൊക്കെ നല്ലവരാ ചെക്കൻ. പാവം, ഓരത്തെ പണിയില്ലേ, കായില്ലേ? അന്നി സുബനെ ഓനെ കൊണ്ട് കെട്ടിക്കാന് എന്നെ കൊല്ലാൻ നടക്കണം നായി. ഓനെ കുടി കയറ്റാണ്.
വെട്ടി കൊല്ലും നമ്മൾ ഉമ്മാനെ. വാസുവട്ടെ, ആരാത്? കുയ്യാപ്പിളയാ? ഇതാരുടെയാ തിന്നുന്നതെന്ന് അറിയാമോ? ആമിനയുടെ. നിങ്ങളുടെ നിക്കാഹ് ഉറപ്പിക്കാൻ പോകുമ്പോ ഇടാനാ. ഇന്നിട്ട് ഈ ഫോണാണല്ലോ അങ്ങാടി പോലെ കെട്ടിച്ചെന്ന് പറഞ്ഞിരിക്കണം ഐദ്രോസ്ക. ഇത് ഞമ്മള് കുപ്പായത്തിന് തുണിയാ. ആമിനെയും ഞമ്മളും കുപ്പായം തുന്നുമ്പേ നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾക്ക് എല്ലാത്തിനും ഒരു അളവാ. ടൗസറും ഇല്ല പാവാടമാരി, പാവാടം ഇല്ല ടൗസറുമാരി. അത് ഇതിന് പറ്റൂല കേട്ടാ. എന്താ പാത്തുട്ടി ഞമ്മളീ കേൾക്കുന്നതൊക്കെ ശരിയാണോന്ന്? അലവിയായിട്ട് നിക്കാഹ് ഉറപ്പിക്കുക. അനക്ക് പിരാന്താ. നിന്റെ മരുവളോ നിക്കാഹ് കഴിച്ചത് അനക്കറിയോ എന്റെ സ്വഭാവം? ഞാൻ എന്ത് ചെയ്യാനാ കതിച്ചുമ്മ? ഞമ്മള് വിചാരിച്ചാ വല്ല നടക്കൂ. എന്റെ അമ്മേന്റെ കാര്യം ആലോചിക്കുമ്പോഴാ. അത് ഈ പോരാത്തോളായിട്ട് നിക്കാഹ് കഴിഞ്ഞ അന്ന് മുതൽ ഈ ഓനെ പേടിച്ച് കയ്യല്ലടി. അനക്കറിയൂല എന്റെ കാര്യം. എന്റെ കെട്ടുവാൻ മുറയില്ലാത്ത ഒറ്റ ബാക്കേ പറഞ്ഞുള്ളൂ. അന്ന് കനീസുവിന്റെ സ്വഭാവം മൂപ്പര് കണ്ട് അന്ന് പടിയിറങ്ങിയതാ. എനിക്ക് വയസ്സ് 60 പെണ്ണുങ്ങളായ ഇത്തിരി ഉസിരും പുളിയൊക്കെ വേണം. അതൊന്നും ഇവിടെ നടക്കില്ല ഉമ്മ. ആമിനയുടെ ഓൾ അവിടെ കിടന്ന് കരയാണ്. പെൺകുട്ടികളെ എങ്ങനെ തീറ്റിക്കുക? എന്താ മോളെ ഇത്? അന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികള് വേലിക്ക് നിൽക്കുന്ന കുണ്ടന്മാര് കണ്ണോണ്ടൊന്നത് എങ്ങനെ ഇറക്കി കാണിച്ച ഇറങ്ങിപ്പോണ കാലാ ഇത്. ഇനി ഈ എന്തിനാ കരയുന്നത്? എന്റെ മോള് കരയണ്ട. പാപ്പട്ടിയെ വേണ്ട, ആ വിളിന് മലപ്പുറത്ത് എന്നിട്ട് വിളിച്ചാൽ മതി കേട്ടോ. ഇനി മലപ്പുറത്തേക്ക് എന്നാ മടങ്ങാ? ഇവിടെ നിൽക്കക്കളില്ലാതെ വരുമ്പോ ഒരു മുങ്ങ് തന്നെ. ഏത് സ്ഥലത്ത് നിന്നാലും ഇങ്ങക്ക് ഇതല്ലേ പറയാനുള്ളൂ. ഇതുവരെ ഒരു സ്ഥലത്ത് നിന്നെങ്കിലും തല്ലുകൊള്ളാതെ ഊരി വരാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇച്ചൊരു ശല്യായല്ലോ ഇത്. ഓന്റെ ചെലവ് കഴിഞ്ഞിട്ട് ഓന്നെങ്കിലും ശല്യായ ഒക്കെ പോയി. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്താ ഉണ്ടാവും? പോകാൻ പറ്റണ്ടായോ? എന്താ ഉണ്ടാവും അങ്ങോട്ട് പറയും. എന്തുണ്ടോവനാ? അലവിയോട്ടിൽ നിക്ക ഉറപ്പിക്ക. ഓക്ക് സമ്മതാ? ഓൾക്ക് സമ്മതമല്ല, ബലായിട്ടാ. ഇനിയൊന്നും നോക്കാനില്ല. കണ്ടും വെള്ളക്കള്ളാസിൽ എഴുതിക്കൂടി. രാത്രി പുറത്തിറങ്ങിക്കാൻ ഉണ്ടാണ്ട് സ്ഥലം വിടാ. നടക്കൂ. ഇപ്പോഴും നമ്മളെ വിശ്വാസമായിട്ടില്ല. പടച്ചോ എന്റെ കൂടെ. അതാ ആമിന. എവിടെ എന്റെ ആമിനു? ഞാനൊന്ന് കാണട്ടെ. അതാ ആ തട്ടം വിട്ടോ. കൂടെ ഒരാളുണ്ടല്ല. അത് സാരമില്ല, കൂട്ടുകാരിയാ. ഓക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ട. വാ മൊഴി നിൽക്കാം. അല്ലെങ്കിൽ വേണ്ട, ഇങ്ങനെ നിന്നോളൂ, ഞാൻ പോവാം. വേണ്ട, ഇവന് വിടക്കട്ടെ. നമുക്ക് രണ്ടാക്കും പോയി പരിപാടികൾ എന്തൊക്കെയാണെന്നൊന്നും അറിയാം. വേണ്ട, ഞാൻ തന്നെ പോവാം. എന്തൊരു നെഞ്ച്. ആമിനക്കുട്ടി വിഷമിക്കണ്ട. ആ നിക്കാഹ് നടക്കില്ല. പക്ഷേ നീത്തിന് ധൈര്യം കാണിക്കണം. ആ ഇപ്പൊ ധൈര്യം തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ കുടുംബം ഇവിടെ വരുമോ? കഷ്ടമായി. ഒരു കാര്യം സംസാരിക്കാന്ന് വെച്ചാ ആ ഗുണ്ടകള്. നീ ഇരിക്കും, നിനക്ക് വരാം. വേണ്ടയാതെ നിങ്ങൾ എന്താ മനുഷ്യന് ചോദ്യം കൊടുക്കില്ലേ? ഇങ്ങനെ സദാസമയം നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? ആ കുട്ടിയുടെ പിന്നിൽ ഇങ്ങനെ നടക്കാൻ. ആമിനെ കിട്ടാൻ നിങ്ങളല്ലേ പറഞ്ഞു? സ്വന്തം വിഡിത്തം മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലെങ്കിൽ പോണം മിസ്റ്റർ.
അവക്ക് തന്നോട് പ്രേമവും മണ്ണാങ്കട്ടി ഒന്നുമില്ല. എന്താണ് പറഞ്ഞത്? ഇനി ആമിനയുടെ പിന്നാലെ ഇങ്ങനെ നടക്കണ്ട. അവളെ നാസിർ മാഷ കെട്ടാൻ പോണത്.